പ്രവേശനോത്സവ പരിപാടിയിൽ വ്ലോഗർ മുകേഷ് എം നായരെ മുഖ്യാതിഥിയായി ക്ഷണിച്ച സംഭവത്തിൽ പിന്തുണയുമായി രാഹുൽ ഈശ്വർ. മുകേഷ് പോക്സോ കേസിൽ പ്രതിയാണെന്ന് ചൂണ്ടിക്കാട്ടി വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് പിന്തുണ. മുകേഷ് എം നായർക്ക് മുൻകൂർ ജാമ്യം നൽകിയതാണെന്നും കോടതി അനുകൂലിച്ചയാളെ മന്ത്രിക്ക് എങ്ങനെ എതിർക്കാൻ കഴിയുമെന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു. മുകേഷിനെതിരെ ഉണ്ടായത് വ്യാജ കേസാണെന്നും ഇൻഫ്ലുവൻസേഴ്സിന് ഇടയിലെ കിടമത്സരമാണ് പരാതിക്ക് പിന്നിലെന്നും രാഹുൽ ഈശ്വർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. വേടന് വേദിയൊരുക്കുമ്പോൾ മുകേഷിനെ തള്ളിക്കയറ്റാനാണ് നീക്കമെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. നമ്മുടെ നാട്ടിലെ സംവിധാനം വെച്ച് ബഹുമാനപ്പെട്ട കോടതി ശ്രീ മുകേഷ് നായർക്ക് വളരെ അനുകൂലമായൊരു വിധി കൊടുക്കുകയും സാധാരണ കാര്യത്തിൽ നിന്ന് വിഭിന്നമായി പൊതുവേ ഈ പോക്സോ കേസുകളിൽ മുൻകൂർ ജാമ്യം അത്ര എളുപ്പം കൊടുക്കാറില്ല. ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കുകയും ആ വിധിന്യായത്തിൻ്റെ ഭാഗമായി കോടതി വിധിയുടെ ഒരു ഉദ്ധരണിയായി കോട്ടായി പ്രൈമാ ഫേസി പ്രഥമ ദൃഷ്ടിയ വ്യാജമായിട്ടാണ് ഇദ്ദേഹത്തെ അടക്കമുള്ള വ്യക്തികളെ ഈ കേസിലേക്ക് വലിച്ചടിച്ചതെന്ന് പറഞ്ഞു. പുള്ളി ചെയ്ത എന്താണെന്നും കൂടെ പുള്ളി പറയാം, അത് പറഞ്ഞിരിക്കണം. അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുള്ളി ഒരു ആൽബത്തിൽ പോയി അഭിനയിച്ചു. അതിലൊരു പെൺകുട്ടി അഭിനയിച്ചിരുന്നു. ആ കുട്ടിയുടെ കൂടെ ഫുൾ ടൈം അമ്മയും ഉണ്ടായിരുന്നു. ഈ യാതൊരു പ്രശ്നവുമില്ല, എല്ലാവരും സന്തോഷത്തോടെ പോയി. 2 മാസത്തിന് ശേഷം ശ്രീ മുകേഷിനോട് വിളിച്ച് ആ പെൺകുട്ടി കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ അച്ഛൻ എന്തോ വയ്യാതിരിക്കുകയാണ്, സ്വാഭാവികമാണ്. പക്ഷേ ഇദ്ദേഹം അത് കൊടുത്തില്ല. ഇദ്ദേഹം ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, പുള്ളി നോക്കട്ടെ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഈ കുട്ടി ഇദ്ദേഹത്തിനെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തു. മുകേഷിൻ്റെ ഭാഗ്യത്തിന് ആ കുട്ടി വോയിസ് നോട്ടായിട്ടാണ് ചോദിച്ചത്. അതായത് വോയിസ് നോട്ടായിട്ട് കാശ് ആണ് ചോദിച്ചത്. അതടക്കം കോടതിയിൽ സമർപ്പിച്ചു. അപ്പോൾ ഈ വ്യാജ കേസുകളുടെ പേരിൽ എങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ മാറ്റി നിർത്തുക? ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം ചെയ്യുന്നുണ്ട്. കോടതി നിരപരാധിയാണെന്ന് സൂചിപ്പിക്കുന്ന, കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുന്ന, കോടതിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആനുകൂല്യം കിട്ടുന്ന ഒരു വ്യക്തിയെ പ്രവേശനോത്സവത്തിന് വിളിച്ചതിൽ ഒരു മന്ത്രി അന്വേഷണം ഉത്തരവിടുകയും ഇനി അവിടുത്തെ ഏതെങ്കിലും ടീച്ചർമാർക്കെതിരെ ആക്ഷൻ ഉണ്ടാകും, ആരെങ്കിലുമൊക്കെ സസ്പെൻഡ് ചെയ്യും. എന്തിനാണ്?